ഹലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആട്ടോ. കാരണം ഫസ്റ്റ് ഇഫ്താർ വിരുന്നിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഭയങ്കര സ്പെഷ്യലാട്ടോ. അത് നമ്മുടെ ഈ മലബാർ സ്റ്റൈലായിട്ടിട്ട് നമ്മൾ ഇന്നലെ നൈറ്റിൽ തന്നെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ഇനി എത്ര തന്നെ പ്ലാൻ ചെയ്താലും ടൈം ആകുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ടെൻഷനല്ലേ. ഇത് നമ്മുടെ ചിക്കൻ ആട്ടോ പൊരിച്ച് വെക്കുകയാണ്. കാരണം ബിരിയാണിയാണ് നമ്മളെ മെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പൊരിക്കുകയാണ്. ബാക്കി ഇത്രയും പൊരിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മക്രോണി വെച്ചിട്ടുള്ള ഒരു പോളക്ക് വേണ്ടിയിട്ടുള്ള മക്രോണി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. മെയിനായിട്ട് മക്രോണി പോള, പിന്നെ ഇറച്ചിപ്പത്തിരിൻ്റെ ഒരു പോള, അതൊക്കെ കേട്ടോ ഉള്ളത്. പിന്നെന്താ, എന്തൊക്കെ തന്നെ ഉണ്ടായാലും നമ്മുടെ പത്തിരി അതാണ് നമ്മുടെ മെയിൻ. പത്തിരി ഇല്ലെങ്കിൽ എന്താ പറയുക, എന്തോ ഒരു മിസ്സായ മാതിരിയാണല്ലോ. ഇത് പിന്നെ അരി കുതിർത്ത് വെച്ചാൽ നമ്മുടെ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ പത്തിരിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ എന്താ പറയുക, ചെറിയ ചെറിയ കുഞ്ഞു ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബോളുകളാക്കാനുണ്ട്. അപ്പോൾ അതാ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പത്തിരിൻ്റെ പരിപാടി. ഇനിതാ അത്ര തന്നെ ഇനിയും ബോളാക്കി വെക്കാനും ഉണ്ട്. പിന്നെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മസാലകളും പിന്നെ ഒക്കെ ഒരുമിച്ച് കുക്കറിൽ വെച്ചിട്ട് വേവിക്കുക കേട്ടോ ബീഫ്. പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം നമ്മളെ എന്താ പറയുക ബോളുകളാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇറച്ചിപ്പത്തിരിക്കും മറ്റേ എന്താ പറയുക മക്രോണീൻ്റെ പോളക്കൊക്കെ വേണ്ടിയിട്ടുള്ള മസാല കേട്ടോ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ്. ചിലത് ബീഫാണ്, ബാക്കിയുള്ളത് ചിക്കനാണ്. പിന്നെ എന്താ പറയുക ഇത് നമ്മുടെ പക്കോടക്ക് വേണ്ടിയിട്ട് പിന്നെ എല്ലാം മസാല എനിക്കൊണ്ട് പിന്നെ നമുക്കൊന്ന് മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് പഴം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ്. പിന്നെ ഇതാ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായ പത്തിരി പരത്തൽ. ഈ പരത്തുമ്പോൾ ഒക്കെ ഉണ്ടാവല്ലോ വിചാരിക്കൽ എന്താ പറയുക, എപ്പം പരത്തുമ്പോൾ ഞാൻ വിചാരിക്കില്ല പഠിച്ചോനെ ഈ പത്തിരിയൊക്കെ ആരാണോ കണ്ടുപിടിച്ചതെന്ന്. പത്തിരി എന്താ പറയുക എടുക്കാനുള്ളതാണല്ലോ, പത്തിരി പരത്തി എടുക്കാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു ടാസ്ക്. പിന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾ സഹായിക്കണമെന്ന് ചോദിച്ചതേ അവർക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ പിന്നെ പരത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്താ പറയുക മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനൊരു പരത്തലാണെന്ന്. പിന്നെ ഞങ്ങളെ പെടുത്തിയതാണെന്നുള്ള ആ ഒരു ഇതിൽ അവരും പെട്ടെന്ന് മേടിച്ചിട്ടു. പിന്നെ ചോദിച്ച് മേടിച്ച കാരണം അവർ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ നല്ലടാന്നും പറയുന്നത് കേൾക്കാം. ആരെന്ത് ചോദിച്ചാലും നമ്മൾ പെട്ടെന്ന് പണി കൊടുക്കണമല്ലോ. പണി ചോദിച്ചു വന്നാൽ ഓരോ ടാസ്ക് നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്ത്. ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് മെയിനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക പാത്രങ്ങൾ കുറയും. പിന്നെ ഇങ്ങനൊന്ന് കണ്ടു കിട്ടിയാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇതിന് മിനിറ്റുകൾ കൊണ്ട് പിന്നെ അവിടെ നിറഞ്ഞോളും. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകി കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഇനിതാ നമ്മുടെ മക്രോണിപ്പോളക്ക് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ അവിടെ നിന്ന് അതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള കട്ടിംഗ് ആണോ കഥ പറച്ചിലാണോ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ വരുമ്പോൾ ഒക്കെ ഇതന്നെ കാണുന്നത്. പിന്നെ ഞങ്ങളെ പണി കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് അവരവിടെ ഇരുന്ന് ചിരിച്ചിങ്ങനെ ഗെയിം കളിക്കുന്നത്. എന്നാലും എന്താ പറയുക നമ്മളെ മക്രോണിപ്പോളക്കുള്ള ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഒരാൾ എന്താ പറയുക വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയൊരു പനീറിൻ്റെ മസാല, പനീറിൻ്റെ കറി എന്നൊക്കെ പറയാം. രണ്ടും കൂടെ ആയിട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പല വീഡിയോസും മിസ്സായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഇതാ പനീറിൻ്റെത് സെറ്റായിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ആണ്. അപ്പോൾ മസാല നമുക്ക് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ മസാല വേവിച്ചിട്ട് പിന്നെ പോട്ടിലേക്ക് മാറ്റിയ കേട്ടോ. സ്പേസ് കുറവായത് കാരണം നമ്മുടെ മെയിൻ എന്താ പറയുക നോമ്പിൻ്റെ സ്പെഷ്യൽ തരിക്കഞ്ഞി. നമ്മുടെ നാട്ടിലേക്ക് തരിക്കഞ്ഞി എന്ന് പറയുന്നത് നമുക്ക് മെയിനാണല്ലോ. നമ്മൾ പിന്നെ മസാല ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താ ബാങ്ക് കൊടുക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ദമ്മിടലുണ്ട്. ദമ്മിട്ടിട്ടൊന്ന് എന്താ പറയുക ചൂട് കയറ്റണമല്ലോ. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയിട്ട് കുറച്ചൊരു പൂരി ഉണ്ടാക്കി വെച്ചതാട്ടോ. എന്താ ഏകദേശമൊക്കെ എന്താ പറയുക ദമ്മിട്ട് നമ്മൾ 2 പോട്ടിലാക്കിയിട്ടോ ദമ്മിടുന്നത്. അങ്ങനെ നമ്മളെ തൊട്ടടുത്തൊരു സ്ഥിരമുണ്ട് അവിടേക്കാട്ടോ പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടോ സ്ഥലം എല്ലാവർക്കും സൗകര്യം നോക്കിയിട്ട്. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് പോകുന്നത്. ബാങ്ക് കൊടുക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പം ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്, നമ്മൾ മാത്രം അവിടെ എത്തിയിട്ടില്ല.
പിന്നെ എല്ലാ സാധനം നമ്മൾ ആവുന്നതിനനുസരിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടതിനെ കൊണ്ട് എന്താ എല്ലാം അവർ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ജോലിയൊക്കെ അവർ തന്നെ നല്ല നീറ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കലും എല്ലാം നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു കാര്യം നോക്കേണ്ടിയേ വന്നിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 10-25 പേര് കാണും കേട്ടോ. കട്ട്ലേറ്റും എന്താ പറയുക സമൂസയൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ നൈറ്റ് തന്നെ പകുതി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയി. ഇനി എല്ലാവരും ഇരുന്നുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ദമ്മിടല് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ദമ്മിട്ടെടുത്തതാണ് കേട്ടോ. അവിടെ നിന്നെല്ലാം സെറ്റാക്കി വന്നുതരാം. അതുകൊണ്ട് തന്നെ അരിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. ടെൻഷൻ കൂടിയാൽ പിന്നെ നമുക്ക് ഒരു മാതിരിയാണല്ലോ. പാകത്തിന് എന്താ പറയുക എല്ലാം സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അതിൽ നമ്മളെ ചതിച്ചിട്ടില്ല. എല്ലാത്തിനും സഹായത്തിന് നല്ല ആൾക്കാരുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ച് ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. പിന്നെ എന്താ പറയുക ഏതൊരു പ്രോഗ്രാമും സക്സസ് ആവുന്നത് എന്താ പറയുക കൂടെയുള്ളൊരു സപ്പോർട്ടും കൂടി ചേരുമ്പോഴാണല്ലോ. അങ്ങനെ കൂടി ചേർന്നുകൊണ്ട് എന്താ നമ്മുടെ ഇഫ്താർ 100% സക്സസ് ആയിട്ടോ. ഞങ്ങളെ ഈ കുഞ്ഞ് ഇഫ്താർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യേ.